നമസ്കാരം. സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ഈ ചെമ്മൺ പാതയിലൂടെ ഞാൻ പോകുന്നത് മനോഹരമായ ഒരു വീട്ടിലേക്കാണ്. സ്നേഹവീടെന്ന് നമുക്കിതിനെ വിളിക്കാം. കോൺഗ്രസ് പ്രസ്ഥാനത്തെ കുടുംബത്തെ പോലെ സ്നേഹിച്ചൊരു നേതാവിന് കോൺഗ്രസ് പകരം നൽകുന്നൊരു സ്നേഹമായി നമുക്ക് ഈ മനോഹര സൗധത്തെ കാണാം. ഇത് നമ്മുടെ സതീശൻ പാച്ചേനിയുടെ കുടുംബത്തിനുള്ള വീടാണ്. ഈ ബുധനാഴ്ച വീടിൻ്റെ താക്കോൽ KPCC പ്രസിഡന്റ് K സുധാകരൻ പാച്ചേനിയുടെ കുടുംബത്തെ ഏൽപ്പിക്കും. മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ സ്വന്തമായൊരു വീട് സ്വപ്നമായി മാത്രം കൊണ്ടു നടന്ന നേതാവായിരുന്നു സതീശൻ പാച്ചേനി. വാടക വീട്ടിലായിരുന്നു ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബത്തോടൊപ്പം പാച്ചേനി കഴിഞ്ഞിരുന്നത്. തികച്ചും ആകസ്മികമായി സതീശൻ പാച്ചേനി എല്ലാവരെയും വിട്ടുപിരിഞ്ഞപ്പോൾ കണ്ണൂർ പയ്യാമ്പലത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം സംസ്കരിച്ച ശേഷം ചേർന്ന സർവകക്ഷി അനുശോചന യോഗത്തിലാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ സതീശൻ പാച്ചേനിയുടെ കുടുംബത്തിന് പാർട്ടി വീട് നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. നിർമ്മാണം തുടങ്ങി 1 വർഷം പൂർത്തിയാകും മുമ്പ് വീട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. സതീശൻ പാച്ചേനി എന്ന നിസ്വാർത്ഥനായ നേതാവിനെ സ്നേഹിക്കുന്ന ഒരുപാട് സുമനസ്സുകളുടെ പാർട്ടിയിലെ സഹപ്രവർത്തകരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് 3000-ഓളം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലുള്ള ഈ മനോഹര സൗധം. കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും KSSPU ഉൾപ്പെടെ സർവീസ് സംഘടനകളും പ്രവാസികളുമൊക്കെ സാമ്പത്തികമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉദ്യമത്തിന് കൈത്താങ്ങ് പകർന്നു. നമ്മളത് കൃത്യമായി 1 വർഷം കൊണ്ട് തന്നെ അത് ചെയ്ത് കൊടുക്കും എന്ന് നമ്മൾ ഉറപ്പിക്കുകയും നമ്മൾ മാർച്ച് 23-നാണ് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. മാർച്ച് 23 ആകുന്നതിന് മുമ്പ് തന്നെ 1 വർഷത്തിനുള്ളിൽ തന്നെ, ഇതിപ്പോൾ ഫെബ്രുവരിയാണ്, ഫെബ്രുവരി 14 എത്തിയതേയുള്ളൂ. നമ്മൾ 1 വർഷത്തിനുള്ളിൽ തന്നെ ആ വീടിൻ്റെ പ്രവൃത്തി 8 മാസം കൊണ്ട് 9 മാസം കൊണ്ട് 10 മാസം കൊണ്ട് വീടിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിനെ നമ്മളെ സാധാരണ പ്രവർത്തകർ, അതുപോലെ തന്നെ KSSPA ഉൾപ്പെടെയുള്ള സർവീസ് സംഘടനകൾ, അതുപോലെ തന്നെ പ്രവാസി ലോകത്തുള്ള അദ്ദേഹത്തെ സതീശനുമായിട്ട് ബന്ധപ്പെടുന്നവർ, മറ്റ് പോഷക സംഘടനയിലുള്ള സഹപ്രവർത്തകർ ഉൾപ്പെടെ പാർട്ടി നേതൃത്വം ഒന്നടങ്കം നിന്നുകൊണ്ടാണ് ഇത്തരം ഒരു വലിയൊരു സാഹസകരമായ ഒരു പരിപാടി നടപ്പിലാക്കാൻ വേണ്ടി, ഒരു നിർമ്മാണ പ്രവൃത്തി നടപ്പിലാക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത്. അതിനെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിന് നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത്. അതുമാത്രമല്ല, നമുക്ക് ഒരു 4 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബെഡ്റൂം ഉൾപ്പെടെ മറ്റെല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഒരു വീടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് 2900 മുകളിലോട്ട് 3000-നടുത്ത് സ്ക്വയർ ഫീറ്റ് വലിപ്പം വരുന്ന ഒരു വീടാണ്. വലിയൊരു തുക ചെലവഴിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പറ്റുന്ന രീതിയിലുള്ള ഒരു വീട് തന്നെയാണ് നമ്മളിവിടെ നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. വീട് നിർമ്മാണത്തിനായി സതീശൻ പാച്ചേനി വിലക്കെടുത്തിരുന്ന സ്ഥലത്താണ് 85 ലക്ഷം രൂപയിലധികം ചെലവിൽ പുതിയ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, VA നാരായണൻ, കണ്ണൂർ മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ, മാധവറാവ് സിന്ധ്യ ഹോസ്പിറ്റൽ ചെയർമാനും കോൺഗ്രസ് നേതാവുമായ K പ്രമോദ്, ചന്ദ്രൻ തില്ലങ്കേരി, KC മുഹമ്മദ് ഫൈസൽ, രാജീവൻ ഇളയാവൂർ, ET രാജീവൻ, K സജീവൻ എന്നിവരടങ്ങിയ കമ്മിറ്റിയായിരുന്നു തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. കരാറുകാരൻ കൂടിയായ DCC ജനറൽ സെക്രട്ടറി രജിത്ത് നാറാത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. ഇതേ വീടിന് തൊട്ടടുത്ത് സതീശൻ പാച്ചേനിയുടെ ഭാര്യ റീനയുടെ സഹോദരിക്ക് വേണ്ടി നിർമ്മിച്ച വീടിൻ്റെ നിർമ്മാണവും ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. സതീശൻ പാച്ചേനിയുടെ കുടുംബത്തിന് ഒരു വീട് എന്ന സ്വപ്നം മുന്നോട്ട് വച്ചപ്പോൾ കൂടെ നിന്ന് അഹോരാത്രം അത് യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി പറയുകയാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്.